ആദ്യം തോട്ടയിട്ടെന്നാ പറഞ്ഞത് അല്ലേടി? നിന്റെ മണിക്കൂട്ടത്തേട്ടല്ലേ പറഞ്ഞത്? ആ മണിക്കൂട്ടത്തേട്ടാ പറഞ്ഞത് തോട്ടയിട്ടെന്ന്. മീനൊക്കെ ഇനി മയങ്ങി മയങ്ങി വരും. പിന്നാണെങ്കിലേ ചേട്ടനാണെങ്കിൽ അങ്ങ് പോയി പിള്ളേരുടെ കൂടെ, അവരുടെ കൂട്ടുകാരുടെ കൂടെ ഒരു ചാക്കൊക്കെ ഒപ്പിച്ചോണ്ടങ്ങ് പോയി. അയ്യോ ചേച്ചി, നേരെ മീൻ വരുന്നു. വലിയ മീനാ തോന്നുന്നു. അയ്യോ ശരിയാണല്ലോ, വലിയ മീനാണല്ലോ വരുന്നത്. അയ്യോ എങ്ങനെ പിടിക്കും അതിനെ? ഇനി അമ്മ നീ ഇറങ്ങി പിടിക്കടി ആ മീനെ. അയ്യോ എനിക്ക് പേടിയാവും, ഞാൻ എങ്ങനെ ഇറങ്ങി എടുക്കാനാ? അതിനെന്താ, നീ 10,000 രൂപ കൊടുത്താൽ നീന്തൽ പഠിച്ചില്ലേ? പിന്നെന്താ? ആ അത് ശരിയാ, നീന്തലൊക്കെ എനിക്ക് കുറച്ചറിയാം. 10,000 രൂപ കൊടുത്ത് പഠിച്ചില്ലേ, അത്യാവശ്യം അറിയാം നീന്തല്. എന്നാ ഞാൻ ഇറങ്ങി പിടിക്കാം. എടി നിന്റെ മണിക്കൂട്ട ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരാൻ വയ്യായിരുന്നോടി? ഇനി ഞാൻ പറഞ്ഞില്ലേ ചേട്ടനെ ഈ കൂട്ടുകാരോടൊന്ന് പോയി പിടിക്കാൻ, മീൻ പിടിക്കാൻ വേണ്ടിട്ട്. അതുകൊണ്ട് നമ്മളോട് വരാഞ്ഞേ. പൊട്ടു, നിന്റെ ചേച്ചി വിളിച്ചിട്ട് വരാൻ വയ്യായിരുന്നോ? ചേച്ചി വിളിച്ചിട്ടോ? ചേച്ചിക്കാണെങ്കിൽ എക്സാം ഉണ്ടെന്ന് പറഞ്ഞാ വരാഞ്ഞത്. അങ്ങോട്ട് ചെല്ല്, അമ്മ ചേച്ചി ചെല്ലുന്ന മീൻ ഇപ്പൊ പോവും. അയ്യോ എനിക്ക് പേടിയാവുന്നേ. ഹായ് കിട്ടിപ്പോയേ. ഓ ഭയങ്കര വെയിറ്റ് ഉള്ള മീനാടി, പൊക്കാൻ വയ്യ. നിങ്ങളങ്ങോട്ട് മാറി, നിങ്ങൾ ആ മീൻ ഇട്ട് അങ്ങോട്ട്. ഓ എന്തൊരു വലിയ മീനാ. 3 കട്ട് ചെയ്യേ ചേച്ചി. ആര് കട്ട് ചെയ്യാൻ? ചേച്ചി കട്ട് ചെയ്തതാ. പിന്നെ എനിക്കതില്ല പണി കട്ട് ചെയ്ത് തരാൻ. എനിക്കറിയത്തില്ല കട്ട് ചെയ്യായിരുന്നു. ഇവിടെ കത്തിയില്ല. അല്ലത്തിന് ഞാനെങ്കിലും കഷ്ടപ്പെട്ടാ പിടിച്ചോണ്ടത് മീന്. ഇവരെ ഇനി കട്ട് ചെയ്യാൻ പോകുന്നത്. നിനക്ക് തടി പനിയാണോ? ചുമക്കുന്നത്? ആ എനിക്ക് പനിയാ. നിങ്ങൾ എന്റെ സ്ഥലം വിട്. എന്തോ ദുഷ്ടത്തി, നീ അങ്ങ് വരാത്ത മീന്. നീ മാത്രം എന്തിനാ എടുക്കുന്നേ? ഞാൻ മാത്രം എടുക്കുന്നത് എന്തിനാണോ? ഞാൻ കഷ്ടപ്പെട്ട് അങ്ങോട്ട് പിടിച്ചോണ്ട് വന്നോണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്താ വന്ന് പിടിക്കും. ഇനിയും മീൻ വരാനുണ്ട്. ചെല്ല്. എടി നിനക്ക് കട്ട് ചെയ്യാനുള്ള പ്രയാസം കൊണ്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞങ്ങൾ എൻ്റെ നിന്റെ വീട്ടിൽ തരാം. നിന്റെ അമ്മയോട് 3 കട്ട് ചെയ്ത് തരാം. നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്നും കാണത്തില്ല. എനിക്ക് കറി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ബാക്കി വരുന്നത് വറക്കണം നാളെ. അത് ഫ്രിഡ്ജ് വെച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി വരുന്നത് ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കറി വെക്കണം. എന്നിട്ട് അതിന്റെ ബാക്കി വരുന്നത് ഫ്രിഡ്ജ് വെക്കണം. എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസം എടുത്ത് അതെങ്കിൽ വറക്കണം. അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ടാ. നിങ്ങൾക്ക് എന്നാ പിന്നെ എന്തോ ഉണ്ട് ചേച്ചി? ഇത് വലിയ മീനായി വലുതായിരുന്നോ? കളത്തെ കൈ വെച്ചിരുന്നാ മതി. ഇത് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കള്ളം പറയല്ലേ? എവിടെ ഞാനും നോക്കട്ടെ വലുതായൊന്നും. ആരും നോക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കള്ളന്മാര്. എടി അവൻ പറഞ്ഞു ശരിയാടി, കുറച്ചുകൂടെ വലുതായിട്ടുണ്ട് മീൻ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഞാൻ മീൻ തരത്തില്ല. ഇനി അടുത്ത അടവായിട്ട് ഇറങ്ങിക്കോ. വലുതാന്ന് പറഞ്ഞപ്പോ ഞാൻ ഏറ്റില്ലല്ലോ. അതിന് ഈ അടുത്ത അടവായിട്ട് ഇറങ്ങിക്കോ. സൗണ്ട് കേട്ടെന്ന്. ഞാൻ സൗണ്ട് ഒന്നും കേട്ടില്ല. സൗണ്ട് കേട്ട്. നിങ്ങൾ ഒന്ന് മാറി, ഞാൻ എടുത്തോണ്ട് പോട്ടെ. ഈ മീൻ ഇവിടെ വെച്ചിരുന്നത് ശരിയാകത്തില്ല. അയ്യോ മീനൊക്കെ സൗണ്ട് കേട്ട്. മീൻ കരയുവാണോ? അയ്യോ എനിക്ക് പേടിയാവുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അയ്യോ വലുതായിക്കൊണ്ടിരിക്കുവാണല്ലോ. നല്ലൊരു സൗണ്ട് കേട്ടോ. അയ്യോ മീനെന്താ സാധനം? മീൻ തന്നെയാണോ? ഇങ്ങനെ മീനാണെങ്കിൽ സൗണ്ട് ഉണ്ടാക്കുന്ന ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. മത്സ്യവേണ്ടി നമ്മുടെ പുറകെ വരുന്നുണ്ടോ നോക്കട്ടെ. അമ്മ ചേച്ചിക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു. ഇത് തന്നെ വേണം. നീ വാടാ കുട്ടു, ഞാൻ അറിഞ്ഞോ ഇത് മത്സ്യവേണ്ടിയാന്നുള്ളത്. ഞങ്ങൾക്കൂടെ തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞങ്ങൾ വെച്ചപ്പോ നന്നായിട്ട് ചെയ്താലും സംഭവിക്കായിരുന്നു. അപ്പൊ നിങ്ങളുടെ വാക്കം കേട്ട് ഞാനത് കട്ട് ചെയ്തായിരുന്നെങ്കിലോ? അതൊരു മത്സ്യവേണ്ടിയല്ലായിരുന്നോ? ഞാൻ അത് മുറിച്ചായിരുന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കേ. അതൊക്കെ ശരിയാ, നീ കട്ട് ചെയ്യണ്ടായിരുന്നു. മത്സ്യവേണ്ടിയായിരുന്നു. പക്ഷെ നീ ഞങ്ങളോട് കാണിച്ച അഹങ്കാരം ഇല്ലേ, അതിന് നീ കിട്ടിയ ശിക്ഷ ചെയ്ത്. ഇനിയിപ്പോ ഇതിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. നിന്റെ മണിക്കൂട്ട ചേട്ടനോട് പോയി പറയാം നമുക്ക് ഈ കാര്യം, മത്സ്യകന്യയെ കണ്ട കാര്യം. എവിടെ നിൽക്കുന്നത്? നിന്റെ ചേട്ടൻ എവിടെ പോയി? കുറച്ച് മുന്നോട്ട് നടക്ക്. പാറക്കരെ കാണും ചേട്ടന് കുറെ കൂട്ടുകാരൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ പോയി പറയാം അവരോട്. നീ നിന്റെ ചേട്ടൻ നോ നിൽക്കുന്നു. മണിക്കൂട്ട ചേട്ടാ, മണിക്കൂട്ട ചേട്ടാ. നിങ്ങൾ ഇവിടെ എത്തിയോ? എന്താ മീൻ പിടിച്ചോ നിങ്ങള്? ചേട്ടാ മണിക്കൂട്ട ചേട്ടൻ ഇങ്ങോട്ട് വന്ന ഒരു കാര്യം കാണിച്ചു തരാം. ഒരു മത്സ്യകന്യയെ കാണിച്ചു തരാം. വേഗം വാ. മത്സ്യകന്യയെ നിങ്ങൾ ഇങ്ങോട്ട് വാ. സത്യം തന്നെയാണോ നിങ്ങൾ പറയുന്നത്? ഇവിടെ ഒന്നും നോക്കിയിട്ട് കാണുന്നില്ലല്ലോ മത്സ്യകന്യയെ. അവര് നമ്മളെ വിളിച്ചോണ്ട് വന്നിട്ട് എല്ലാവരും അവിടെ പോയി നിൽക്കുന്നു. എടി പാറക്കുട്ടി, നീയെങ്കിലും വാടി ഇങ്ങോട്ട്. നമ്മുടെ വീരശൂര പരാക്രമി ഇതേ ഇവിടെ നിൽക്കില്ലയോ? അമ്മിണിക്ക് വാ. പൊങ്ങച്ചക്കാരി ഇല്ലയോ? ഭയങ്കര വീരശൂര പരാക്രമിയാണല്ലോ. വാ. അത് എവിടെ നിങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ടല്ലേ പറഞ്ഞു കാണിച്ചു തരാന്. ഒരു പച്ച കളറാ. എന്റെ ദൈവമേ, ഇതെന്തൊരു മത്സ്യകന്യക ഇത്? എനിക്ക് പേടിയാന്ന് കണ്ടിട്ട് ഞാൻ ഓടിപ്പോവാ. ഇതൊന്നും മിണ്ടത്തില്ലെന്ന് തോന്നുന്നു. സ്റ്റാച്ചു പോലെ കിടക്കുവാണല്ലോ. അത് ശരി, ഇവൻ പറഞ്ഞത് വെള്ളത്തിൽ ഒഴുക്കിയിടാം. ശ്വാസം കിട്ടാതെ അനങ്ങാതെ കിടക്കുമെന്ന് തോന്നുന്നു. പിടിച്ചോ. ഞങ്ങൾ ആ മത്സ്യകന്യയെ കണ്ട്. ഞങ്ങളാണെങ്കിലേ മത്സ്യകന്യയെ ആ വെള്ളത്തിൽ ഇറക്കി വിട്ട്. പിന്നെ എല്ലാം ചെയ്യാനാ. അതായി ശ്വാസം മുട്ടിയാൻ തോന്നുന്നു. അന്ന് അനക്കൊന്നും ഇല്ലായിരുന്നു. ഇല്ല, സ്റ്റാച്ചു പോലെ കിടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ വെള്ളത്തിൽ ഇറക്കി ഇട്ടപ്പോഴാണ് ജീവൻ വെച്ചെന്ന് തോന്നുന്നു. പിന്നെ അത് നീന്തി പോകുന്നുണ്ട്. അവൻ അതുവഴി അങ്ങ് വീട്ടിലോട്ട് ഓടിപ്പോയി. ഞങ്ങൾക്ക് കുറെ മീൻ കിട്ടി.
അത് നമുക്ക് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് എവിടെയാ മീൻ? അതെല്ലാം ചാക്കി കേട്ട് ഞങ്ങളെ പാറക്കര വെച്ചേക്കുവാ. കണ്ടോടി അമ്മണി, നിന്നെ പോലല്ലോ ചേട്ടന്മാരെ എന്നെ ഷെയർ ചെയ്യുന്നുണ്ടോ മീൻ? നീ ഇല്ലേ മീൻ തരാഞ്ഞ് ഞങ്ങൾക്ക്? എന്നാ അമ്മണി ചേച്ചിക്ക് മാത്രം മീൻ കൊടുക്കണ്ട. ഓ അങ്ങനെ കൊടുക്കാതിരിക്കണ്ട, നമുക്ക് എല്ലാവർക്കും എടുക്കാം. എനിക്ക് മീൻ തരുവേ.